എന്റെ പൊന്നു ദൈവമേ, മുസ്ലിം ലീഗ് തൃശങ്കൂലായ പോലുണ്ട്. ടേക്ക് എന്തൊക്കെ കോമഡികളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ 27,000 കോടി രൂപയോ കേരളത്തിനായിട്ട് 1,500ഓളം കോടി രൂപയൊക്കെ കിട്ടും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഖജനാവിൽ പൂച്ച വെറ്റ് കിടക്കുന്ന ഗതികേടിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുമ്പോൾ പറയണമല്ലോ, 4,000 കോടി അക്കൗണ്ടിലുണ്ടെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ അത് 3,000 കോടിയായി, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അത് 2,000 കോടിയായി ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിന് ഏകദേശം 5 ലക്ഷം കോടിയോളം രൂപ കടമുണ്ട്. നത്തിങ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിന് തന്നെ യുവന്മാരുടെ എല്ലാ കടങ്ങളും കൂട്ടി വലിയൊരു കടം നമുക്കുണ്ട്. പക്ഷേ രാജ്യത്തിന്റെ ഒരു GDP വെച്ച് നമുക്ക് ആ കടം സിമ്പിൾ ആയിട്ട് അടച്ചു തീർക്കാം. നമുക്ക് ഇനിയും എത്ര വേണേലും ലോൺ തരാൻ മറ്റ് ബാങ്കുകളും വിദേശ കമ്പനികളും രാജ്യങ്ങളും ഒക്കെ തയ്യാറാണ്. കാര്യം വെച്ചാൽ അതാണ് നമ്മുടെ GDP വളർച്ച. പക്ഷെ കേരളത്തിന്റെ GDP അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോ അതിലോട്ടല്ല ഞാൻ പോകുന്നത്. നമ്മുടെ ഈ കേരളത്തിന്റെ അന്നുണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി അപ്പുപ്പൻ പുള്ളി എടുത്തു ചാടി രഹസ്യമായിട്ട് ഒരു പാലം ഇട്ടു. പാലത്തിന്റെ പേരാണ് ജോൺ ബ്രിട്ടാസ്. ഈ ജോൺ ബ്രിട്ടാസ് പാലം അവിടെ വരെ ചെന്നിട്ട് പുള്ളി ഈ MOU ഒപ്പിട്ടു എന്നാണ് അറിവ്. അങ്ങനെ ഒപ്പിട്ടു എന്നും ആദ്യ ഗഡു 95 കോടിയോ 73 കോടിയോ എന്തോ മേടിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് ഇവിടെ ജനങ്ങൾക്ക് അമിതമായിട്ടുള്ള ഇടതുപക്ഷ സ്നേഹം കാരണം അവരോട് തൽക്കാലം നിങ്ങൾ വിശ്രമിക്കും, 10 വർഷമായില്ലേ, അതുകൊണ്ട് അവരോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇനി നിങ്ങൾ വരികെ, ആര് ഭരിച്ചാലും മോദി അവിടെ ഇരിക്കുന്നതുകൊണ്ട് റോഡ് വരും, പാലം വരും, റേഷൻ കടകളിൽ അരി വരും, മണ്ണെണ്ണ വരും, പഞ്ചസാര വരും, പെട്രോൾ ബങ്കിൽ പെട്രോൾ കിട്ടും, ഗ്യാസ് കിട്ടും, വൈദ്യുതി സെൻട്രൽ പൂളിൽ നിന്ന് അത് കിട്ടും, PM കിസാൻ വഴി പണം കിട്ടും, ആയുഷ്മാൻ ഭാരതിലൂടെ 5 ലക്ഷം അത് കിട്ടൂലല്ലേ. കാര്യം ആയുഷ്മാൻ ഭാരതിന് കേരളത്തിൽ എന്തോ പ്രശ്നമുണ്ട്, കേരളത്തിന്റെ പൈസ ഇല്ല, 5 ലക്ഷമാണ് ഇൻഷുറൻസ് തുക. അപ്പൊ അത് കിട്ടും. ജനൌഷധിയിൽ പോയി കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ മരുന്ന് കിട്ടും. ഇതൊക്കെ അണ്ണൻ കേന്ദ്രത്തിൽ ഇരിപ്പുണ്ട്. അപ്പോ തലവർ നോക്കിക്കോളും. അതുകൊണ്ട് ഇവിടെ ആര് വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഭരിച്ചോളും പറഞ്ഞു. അങ്ങനെ ഇവര് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ് PM ശ്രീ. കേറിയത് കോൺഗ്രസ്. വിദ്യാഭ്യാസ മന്ത്രി പതിവ് പോലെ തന്നെ പാണക്കാടെത്തി. അപ്പോ വിദ്യാഭ്യാസ മന്ത്രി ആയിക്കഴിഞ്ഞ് കോമഡി ഇതല്ല, PM ശ്രീ നടപ്പിലാക്കണം. PM ശ്രീ എന്ത് വന്നാലും ഞാൻ പറയണതിനാ, പുള്ളി എന്നെ പറയും. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSS-ന്റെ പാഠപുസ്തകം ഒന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് ഈ വേങ്ങരയുടെ മാത്രം പ്രശ്നങ്ങളല്ല. ഈ മുസ്ലിം ലീഗുകാരൊക്കെ ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുന്നു, മതസ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കുന്നു. ഇന്ന് വരെ അവര് മലബാർ കലാപം ഹിന്ദുക്കളെ മേൽ മുസ്ലിങ്ങൾ നടത്തിയിട്ടുള്ള വർഗീയ കലാപമാണെന്നും ഹിന്ദുക്കളെ കൂട്ടത്തോടെ കൊന്നൊടിക്കുന്ന മതപരിവർത്തനം ചെയ്യുന്നതും സംഭവിച്ചിട്ടില്ല. പക്ഷെ മതേതരത്വം എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗ് കഴിഞ്ഞുള്ള ആൾക്കാർ അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ചെകുത്താനും വേദം പ്രസംഗിക്കാമല്ലോ. അങ്ങനെ പുള്ളി ഈ ഡയലോഗൊക്കെ അടിച്ചു കഴിഞ്ഞ് അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ അതാ കിടക്കണ ഇൻഡാസ് PM ശ്രീ നടപ്പിലാക്കണം. അപ്പൊ പുള്ളി പ്ലേറ്റ് മാറ്റി. അത് നിങ്ങൾ തന്നെ കേട്ടു. ഞങ്ങളെടുത്ത നിലപാടുകളിൽ നിന്ന് മാറ്റി പറയേണ്ട കാര്യം ഒരു സർക്കാരിന്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. PM ശ്രീ ഞങ്ങൾ എടുക്കുമ്പോൾ ഹലാലാവുക, ഇടതുപക്ഷം എടുക്കുമ്പോൾ ഹറാമാവേണ്ട കാര്യമൊന്നുമില്ല. അതിനെ എതിർത്തിരുന്ന എല്ലാ ന്യായവാദങ്ങളും ഉയർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഇടതുപക്ഷം ഒപ്പുവെച്ച, അല്ലെങ്കിൽ അന്നറിയാലോ ഒരു MP ഇടനിലക്കാരനായി ഒപ്പുവെച്ച അതിന്റെ പണം സ്വീകരിച്ചിട്ടുള്ള കരാർ നടപടികൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഇത് വ്യക്തമാക്കി. അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത്, ഒരു ഗവൺമെന്റ് ഒപ്പുവെച്ച ഒരു കാര്യത്തെ പിറ്റേ ദിവസം വരുമ്പോൾ ആ ഗവൺമെന്റ് പോകുന്നതോട് ഇല്ലാതാവുന്നില്ല. ഒരു ഗവൺമെന്റ് തുടർച്ചയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, മീഡിയകൾക്കൊക്കെ അറിയാം. അത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി എന്ന് കൃത്യമായിട്ട് റോജി M. ജോൺ മെനഞ്ഞാൽ കൃത്യമായ മറുപടി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം കേന്ദ്രത്തിൽ എതിരുന്നല്ല, ചില വിഷയത്തിൽ ആ വിഷയത്തിൽ ഞങ്ങൾ നിൽക്കുന്നു. പക്ഷെ ഞങ്ങളെ ഈ ഇയാൾ പറഞ്ഞിരുന്നല്ലോ, മാമുക്കായ ഒരു സിനിമ പറയുന്നത് നിലത്ത് നിന്നല്ല സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളും നിലത്ത് നിൽക്കാൻ സമ്മതിക്കും. അണ്ണൻ ഒരുമാതിരി ഇത് പൈസയും വേണം, PM ശ്രീ നടപ്പിലാക്കാനും വയ്യ, എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തമില്ല. അപ്പോ നമ്മുടെ സുരേന്ദ്രേട്ടന്റെ മറുപടിയാണ് മിന്നിച്ചു കളഞ്ഞത്. പടച്ച തമ്പുരാന്, ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് തന്നെ ഈ PM ശ്രീ കേരളത്തിൽ നടപ്പാക്കിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മലയാളികളുടെ ആകെ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുക. ലീഗുകാരെ കൊണ്ട് തന്നെ ഇത് ജയിപ്പിക്കാൻ കഴിഞ്ഞല്ലോ ഭഗവാനെ. അതാണ് അതിന്റെ കാര്യം. ഈ ശംസുദ്ദീനെ കൊണ്ട് തന്നെ, കൊത്തിയവാമിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാൻ കഴിയുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഷാജിയൊക്കെ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, നിങ്ങൾ ഫയലിലെല്ലാം പിടിച്ചു വെക്കുന്നവരല്ലേ. അയാളൊക്കെ എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കുന്നതല്ല കേട്ടോ. തിരുവനന്തപുരത്ത് ഉണ്ടാവും, ഒന്ന് ചോദിച്ചു നോക്കണം. എന്തായിരുന്നു പ്രസംഗം? ഒന്നും അറിയാതെ, വസ്തുതകൾ പഠിക്കാതെ, പരിശോധിക്കാതെ, ഒരു കാര്യം വരുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ആലോചിക്കാതെ ഇത്രയും നീചമായ രാഷ്ട്രീയം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പിണറായി വിജയനൊക്കെ സ്കോർ ചെയ്യാ. എന്താടാ നീയൊക്കെ ഇപ്പൊ ഒന്നും മിണ്ടാതിരിക്കണത്, നീ പറയുന്നൊക്കെ പറഞ്ഞ ആകപ്പാടെ. ഇതിനിടെ വേറൊരു കലാകാരൻ വന്നു.
നമ്മുടെ എം സ്വരാജ്. ഇതിപ്പോ മത്സരിക്കുന്ന സ്വരാജാണോ, മത്സരിക്കാത്ത സ്വരാജാണോ, മത്സരിച്ച് തോറ്റ സ്വരാജാണോ എന്ന് ഒരു പിടുത്തമില്ല. നമ്മളെ ഇവരുടെയൊക്കെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇവർ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് നമ്മൾ ആദ്യം നോക്കണം. അതായത് മത്സരിക്കുന്ന സ്വരാജ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മത്സരിക്കാത്ത സ്വരാജ് ആണെങ്കിൽ നമ്മൾ പേടിക്കണം. ന്യൂട്രലായി നിൽക്കണമെങ്കിൽ എനിക്കൊന്ന് മത്സരിച്ച് തോറ്റ സ്വരാജിന്റെ മുന്നിൽ നമുക്ക് ന്യൂട്രലായി നിൽക്കാം, അങ്ങനെയായിരിക്കും. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, തലൈവര ഡയലോഗാണ് അതിലും കോമഡി. എന്ത് മുൻകരുതലാണ് അല്ലെങ്കിൽ നടപടിയാണ് ഈ കാവ്യവൽക്കരണം നടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സ്വീകരിച്ചതല്ലേ ചോദ്യം? അതിന്റെ മറുപടിയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് വ്യക്തമാകാത്തതാണ്. ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒപ്പിട്ട പദ്ധതി അല്ല എന്നാണ് മറുപടി. ഇത്ര പച്ചയ്ക്ക് ജനങ്ങളെ മുഖത്ത് നോക്കി പറയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒപ്പിടും, PM3 ഫണ്ടൊക്കെ ഞങ്ങൾ മേടിക്കും, പക്ഷെ അത് നടപ്പിലാക്കൂല. അങ്ങനെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ നടപ്പിലാക്കാനാ. എന്തേ നിങ്ങൾ നടപ്പിലാക്കാത്ത ഏത് പദ്ധതിയാണ് ഉള്ളത്? ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന പദ്ധതികൾ നിങ്ങൾ വേണം എടുത്തു. ഒന്ന്, ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉള്ളത്. അത് കേരളം ഇപ്പൊ നടപ്പിലാക്കിയെന്ന് പറയാം, എന്തായാലും മറ്റൊരിക്കുമ്പോൾ നടപ്പിലാക്കിയിട്ടേ ഇല്ല, അവരേൽ ഫണ്ടില്ല. പിന്നെ നമ്മുടെ വീട്ടിലെല്ലാം പൈപ്പിട്ട ഒരു പരിപാടി നിങ്ങൾ എല്ലാവർക്കും അറിയാലോ, ജൽജീവൻ മിഷൻ. 15,000 14,000 കോടി രൂപയുടെ പദ്ധതിയാണ്. അതിൽ 50-50 ആണ്, പകുതി കേന്ദ്ര സർക്കാരും പകുതി വരും. കേന്ദ്രത്തിന്റെ പകുതി കൊണ്ടാണ് ഇവർ വീടിന് മുന്നിൽ പൈപ്പ് ഇട്ടത്. ഇനി ഇവരെ കയ്യിൽ നിന്ന് പണം എടുത്ത് ഇവർ നമ്മുടെ വീട്ടിന് മുന്നിൽ വെള്ളം എത്തിക്കണം. കുറെ സ്ഥലത്തൊക്കെ എത്തി പരിപാടികൾ നടക്കുന്നു. 2025 കൂടി പൂർത്തിയാക്കലായിരുന്നു ആ മിഷന്റെ ടാർഗറ്റ്. പക്ഷെ നമ്മുടെ നാട്ടിൽ 2025 തീർന്നിട്ടില്ല. കാര്യം നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ പണമില്ല. ഇത്രയ്ക്ക് പച്ചയ്ക്ക് കേരളത്തിലെ ജനങ്ങളെ മുഖത്തോക്കി പറയാണ് അങ്ങനെ ഒന്നും ഞങ്ങൾ നടപ്പിലാക്കൂല. നിങ്ങൾ ചോദിക്കും, ഈ ഹൈവേ എല്ലാം കേന്ദ്രത്തിന്റെയാണ്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നാഷണൽ ഹൈവേ NH66 അത് മൊത്തം, അതായത് താനെ മുതൽ കന്യാകുമാരി വരെയുള്ള മൊത്തം പ്രോജക്റ്റ് ഏതാണ്ട് 1.74 ലക്ഷം കോടി രൂപയും കണ്ടാണ്. അതിന്റെ ഏകദേശം 66 കോടിയോളം 66,000 കോടിയോളം രൂപ കേരളത്തിൽ മാത്രമാണ് ചെലവഴിക്കുന്നത്. ഇതിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഹൈവേ നിർമ്മാണത്തിന്റെ 100% കേന്ദ്രമാണ്. ഹൈവേ നിർമ്മാണത്തിന്റെ 100% കേന്ദ്രമാണ്. അതിൽ സംസ്ഥാനത്തിന് ഒരു പങ്കുമില്ല. ഈ ഹൈവേക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നില്ലേ, ജനങ്ങൾക്ക് പണം കൊടുത്ത് അവരുടെ വീടും വസ്തുവൊക്കെ എടുക്കുന്നില്ലേ, ആ പണത്തിന്റെ 25% സംസ്ഥാന സർക്കാരും 75% കേന്ദ്ര സർക്കാരും. അതായത് നമ്മൾ 200% നാഷണൽ ഹൈവേ വികസനത്തിന്റെ മൊത്തം പദ്ധതി എടുത്താൽ അതിൽ 175% ആരതാണ്? കേന്ദ്ര സർക്കാരിന്റെ. 25% ആരാണ്? സംസ്ഥാന സർക്കാരിന്റെ. അതുമാത്രമല്ല, ഭവന നിർമ്മാണം ഉണ്ടല്ലോ, നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന, ഇവരത് ലൈഫ് മിഷൻ ആക്കി 50,000 കൂടെ ഇട്ട് അതിൽ 1.5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിന്റെയും 2 ലക്ഷം രൂപ അതാത് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെയും കീഴിലാണ് വരുന്നത്, സ്ഥാപനങ്ങളുടെ കീഴിൽ. അതായത് ബ്ലോക്കെങ്കിൽ ബ്ലോക്ക്, പഞ്ചായത്തെങ്കിൽ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി 50,000 രൂപ സംസ്ഥാന സർക്കാരിന്റെയുമാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ പദ്ധതി. അതിൽ തന്നെ മൊത്തം ഉടായ്പും പദ്ധതി പണി തീരാതെ ഒക്കെ ഇട്ടിരിക്കുന്നു. രാജ്യം മുഴുവൻ നടക്കുന്ന പരിപാടികളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കലാപരിപാടികൾ ഇവർ ചെയ്യുകയും ഈ ജനോപകാരപ്രദമായിട്ടുള്ള ഒന്നും തന്നെ നമ്മൾ ചെയ്യില്ല എന്ന് പച്ചയ്ക്ക് ജനങ്ങളുടെ മുന്നിൽ ഇരുന്ന് പറയണം. എന്നിട്ട് ഇവർ പറയുന്നു, ഞാൻ മത്സരിക്കാത്ത സുരാജാണ്, എന്നെ കണ്ടാൽ പേടിക്കണം, ഞാൻ തോറ്റ സുരാജാണ്, എന്നെ കണ്ടാൽ മിണ്ടാകുന്ന, ഞാൻ മത്സരിക്കുന്ന സുരാജാണെങ്കിൽ പിന്നെ എന്നെ മുന്നേ നോക്കി ചിരിച്ചേ പറ്റും. ഇത് എന്റെ ദൈവമേ. അപ്പോഴാണ് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത്, ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. സത്യം പറഞ്ഞ ഈ കാര്യത്തിലേക്ക് എനിക്ക് മോദിയോടൊക്കെ വലിയ ദേഷ്യമുണ്ട്. കാര്യം ഈ പദ്ധതിയിൽ ഒന്നുമില്ല. PM3 പദ്ധതി എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ സ്കൂളുകളെ ഒന്നുകൂടെയൊക്കെ ഒന്ന് പുഷപ്പ് ചെയ്ത് ഒന്ന് ബെസ്റ്റ് ആക്കി എടുക്കാൻ. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഒരുവിധം നല്ല രീതിയിൽ മെച്ചപ്പെട്ടതാണ്, മെച്ചപ്പെടാത്തതുകൊണ്ട്, എന്നാലും ഒരു ഭൂരിഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നതാണ്. മറ്റു സംസ്ഥാനങ്ങളുടെ അവസ്ഥ അതല്ല. BJP അവിടെ അധികാരത്തിലൊക്കെ വരുന്നേ ഉള്ളൂ. അവർ വന്നിട്ട് ഈ മൊത്തം സംസ്ഥാനങ്ങളെയും ടാർഗറ്റ് ചെയ്ത് എല്ലാ സ്കൂളുകളും നന്നാക്കുകയാണ്. അപ്പൊ അവര് എല്ലാ പദ്ധതികളും കേരളത്തിലും PM3 നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്. ഓൾറെഡി കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്കൂളുകളെല്ലാം കേരളത്തിൽ തന്നെ ഈ PM3 പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. സ്കൂളുകളെ കണ്ടിട്ടില്ല, ഇത്തിരി ഹൈടെക് ആയിട്ട് അതിന്റെ ബിൽഡിങ്, കുട്ടികളുടെ യൂണിഫോം, അത് കുറച്ചുകൂടെയൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ്, കുട്ടികൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം പറഞ്ഞു, ഞാൻ പഠിക്കുന്നത് നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. ചില ഈ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന പറഞ്ഞ ഒരു വിലയില്ലാത്ത പോലെ പരിപാടികളൊക്കെ പണ്ടുണ്ടായിരുന്നു. അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അവരും ആ സ്റ്റാൻഡേർഡിൽ തന്നെ ഈക്വൽ ക്വാളിറ്റിയിലേക്ക് എത്തുക എന്ന രീതിയിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. പിന്നെ ആധുനികമായിട്ടുള്ള പഠനം, അതായത് AI ടെക്നോളജിയുടെ കാലത്തിലേക്കൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞു. അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിൽ തന്നെ അതിനെപ്പറ്റിയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും IT എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും വേഡാർട്ടിൽ പടം വരച്ചോണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതായിരുന്നു. ഇന്നത്തെ C++ ലാംഗ്വേജ്. ഇതൊക്കെ പോയ കാലം കഴിഞ്ഞിടും. ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കുട്ടികളെയൊക്കെ ഈ മോഡേൺ ടെക്നോളജിയിലേക്ക് വരുന്നു. ഇതിൽ വളരെ ചെറിയൊരു മൈന്യൂട്ട് ഭാഗത്ത് ഭാരതീയത പഠിപ്പിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ഇവരുടെ വിഷമം.
ഇതിൽ ഭാരതീയത എന്ത് പഠിപ്പിക്കാം? ഈ സാധനം സിലബസ് കിട്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ചരിത്രകാരന്മാരായിട്ടുള്ള ഏത് ഉളകൾക്കും, അങ്ങനെ ഞാൻ പറയുള്ളൂ, ഇവന്മാർക്കൊക്കെ ചില പ്രത്യേക ചായവുള്ള ചരിത്രകാരന്മാരാണ്. അപ്പൊ ഇവന്മാർക്ക് നിങ്ങൾ അതിലൊരു സാധനം എടുത്തു വെച്ച് വായിച്ചിട്ട് ഇത് സത്യമല്ല, ഇത് എവിടെ നിന്ന് ആധികാരികമായി എഴുതി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വാദിക്കാം. ഇതിൽ ഞാനിപ്പോ മുസ്ലിം ലീഗിന്റെ ആളായതുകൊണ്ട് ഭരിക്കുന്നത് കൊണ്ട് പറയാണ്, ഈ സവർണാധിപത്യം കേട്ടിട്ടില്ല, ഉന്നത കുലജാതർ താഴ്ന്ന ജാതിക്കാരെ അടിച്ചമർത്തിയിരുന്നത്, തീണ്ടാപ്പാടകല നിർത്തിയിരുന്നു, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇതിനെപ്പറ്റിയുള്ള ഞങ്ങൾക്ക് നല്ല അറിവുണ്ട്. ഇനി ഇതൊന്നും ചരിത്രം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇല്ലെങ്കിൽ പോലും പറഞ്ഞു തരാൻ ചുറ്റും ആയിരക്കണക്കിന് ആൾക്കാരാണ്. എസ്പെഷ്യലി പെന്തക്കോസ്താൻ സുഡാപ്പി ലൈൻ മൊത്തം ഇതൊക്കെ പഠിപ്പിച്ചു തരും നമുക്ക്. ഇത് തുടക്കം ഇടുന്ന നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ അന്തം കമ്മീസ് ഇതിങ്ങനെ പറഞ്ഞാൽ കൃഷ്ണ ശരിയല്ല, രാമ ശരിയല്ല, പിന്നെ ചരിത്രത്തിലോട്ട് പോയി അപ്പുറത്തോട്ട് പോയി ബാലിയാമ്പൂട്ട് കൊന്നത്, സീതയെ തട്ടിക്കൊണ്ടുപോയത്, ഒന്നും പറയണ്ട, ഇതൊക്കെ ഇങ്ങനെ ആവട്ടെ, ഇതിങ്ങനെ നമുക്ക് പറഞ്ഞു തരിക. പക്ഷേ മുഗൾ സാമ്രാജ്യ ചരിത്ര കാലഘട്ടങ്ങളെ പറ്റി പറയുമ്പോൾ താജ്മഹൽ, റെഡ് ഫോർട്ട്, ആഗ്ര ഫോർട്ട്, ബീവി കാ മക്ബറ, കുത്തബ് മിനാർ, അതൊക്കെ അവര് ചെയ്തിട്ടുള്ള ഒരു 5% ചുവടേ വരുള്ളൂ സാറേ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പീറ്റർ മുണ്ടി എന്ന് പറയുന്ന ഒരു സഞ്ചാരി എഴുത്തുകാരൻ, പുള്ളി 1716 നൂറ്റാണ്ടാണോ 17 നൂറ്റാണ്ടാണോ എന്നറിയില്ല, എന്റെ പല വീഡിയോകളിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം ആഗ്രയിൽ നിന്നും ഡൽഹി വരെട്ടോ, ആഗ്രയിൽ നിന്നും ലക്നൌവിലേക്കട്ടോ ഉള്ള യാത്രക്കിടയിൽ അദ്ദേഹം തലയോട്ടികൾ കൊണ്ടുള്ള മിനാരങ്ങൾ, ഒരു മിനാരത്തിൽ ഏകദേശം 200ഓളം തലയോട്ടികൾ, അങ്ങനത്തെ ധാരാളം മിനാരങ്ങൾ, 40-50 മിനാരങ്ങൾ, അതെല്ലാം കൂടെ കൂട്ടിയ ഏകദേശം 40,000 പേരുടെ തലയോട്ടികൾ ചളിയിൽ കുഴിച്ചു മിനാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്താ സംഗതി? ഈ കറാജ് എന്ന് പറയുന്ന ഒരു നികുതി ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാരെയും പഠിപ്പിക്കുന്നത് ജസിയ എന്ന് പറയുന്ന ഒരു നികുതിയെ പറ്റി. അതായത് ഇസ്ലാം മതത്തിലല്ലാത്തവർ അവരുടെ സ്വന്തം ദൈവത്തെ വിശ്വസിക്കുകയും. എന്തൊരു മതേതര മനസ്സാണ് മോളമാരതെ. അവരിങ്ങനെ, നിങ്ങളൊക്കെ നിങ്ങളുടെ ദൈവത്തെ പൂജിക്കണല്ലേ, ടാക്സ് വെച്ചോ. ഈ ടാക്സ് അടിച്ചു കൊടുക്കണം എന്തിനറിയോ? ദരിദ്രരാ പലരും. ഈ ദാരിദ്ര്യം കൊണ്ട് ഈ പാവങ്ങൾ അവസാനം ഈ ടാക്സ് കൊടുക്കാറ് ഇസ്ലാമിലേക്ക് വരണം. അങ്ങനെ പോയവന്മാരാണ് ഇപ്പൊ നമ്മളടുത്ത് വന്നിട്ട് എടാ സംഘി എന്ന് പറയുന്നത്. യവൻ പണ്ട് പോയ ടീമിന്റെ ആൾക്കാർ അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ് ബ്രോ. അത് വിട്. അപ്പോ അങ്ങനെ ഇവരെ ഈ ടാക്സ് ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതിനെപ്പറ്റി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കറാജ് എന്ന് പറഞ്ഞൊരു ടാക്സ് ഉണ്ടായിരുന്നു, കാർഷിക ടാക്സ്. 50% ടാക്സ്. അതായത് ഒരു കർഷകൻ കഷ്ടപ്പെട്ട് വിളവെടുക്കുന്നതിന്റെ 50% ഇവർ വന്ന് കൊണ്ടുപോവാ. ഈ ഖറാജ് എന്ന ടാക്സും ഇതുപോലെ മതപരിവർത്തനവാദവും ഈ ജസിയയും അങ്ങനെ ദാരിദ്ര്യം എല്ലാം കൂടെ കർഷകർ നാടുവിട്ടു പോകാൻ ശ്രമിച്ച കർഷകർ റെബലുകളായിട്ട് സർക്കാരിനെതിരെ പോരാടുകയും അരിവാളും കുന്തം കുറുവടി കലപ്പയൊക്കെ കൊണ്ട് ഈ മുഗൾ സൈന്യത്തിന് നേരെ പോരാടിയ കർഷകരെ അടിച്ചമർത്തി അവരുടെയൊക്കെ തല വെട്ടിയെടുത്ത് ആ തലകൾ മണ്ണിൽ കുഴച്ച് മിനാരങ്ങളാക്കി വെച്ചിരിക്കുക. പേടിക്കണം. ഈ അസ്ഥികൂടായത് പിന്നെ അല്ലേ, അസ്ഥികൂടം കണ്ടാൽ നമുക്ക് അത്ര പേടിയൊന്നുമില്ല. പക്ഷെ ഈ ചത്ത് തലയിലടിയിൽ നിന്ന് ഇങ്ങനെ ചോരയെ കൊലിപ്പിച്ചുള്ള ഭീകര രൂപങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയ ആൾക്കാർ ഇങ്ങനെ ആ വായൊക്കെ കയറി സ്വന്തം ഭർത്താവ്, അച്ഛൻ, മകൻ, സഹോദരൻ ഒക്കെ ഈ തലയോട്ടികളിൽ കാണുകയല്ലേ സ്ത്രീകള്. പിന്നെ പോവോ ആരെങ്കിലും അതിനു വേണ്ടി യവന്മാരുണ്ടാക്കിയ. എന്നിട്ട് യവന്മാർ അതൊക്കെ കള്ളന്മാരാണ്. ഒരു നാട്ടിൽ 540,000 കള്ളന്മാര്. ഇതിന് പറയുന്ന ചരിത്രത്തിൽ ഈ ചില നാറികൾ നമ്മുടെ നാട്ടിൽ ചില ഇടത് ചരിത്രകാരന്മാർ ഇതിങ്ങനെ കള്ളന്മാർ, കൊള്ളക്കാർ, ഇവരെയൊക്കെ തലയോട്ടികൾ വെട്ടിയെടുത്തുകൊണ്ടാണ് അത്ര വെച്ചത്. 40,000 കള്ളന്മാര്. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളും നമ്മളെ പഠിപ്പിക്കണ്ടേ? അതൊക്കെ വരട്ടേടോ മിസ്റ്റർ എം ഷാജി. മതമാണ് 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 തന്റെ പ്രശ്നം എന്നല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ തനിക്ക് മാത്രം മതം പ്രശ്നമാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും മതം പ്രശ്നമാണ്. എന്റെ ഒന്നും മതേതര പട്ടമൊന്നും ഇവിടെ ഒരു പട്ടിക്കും വേണ്ട. എനിക്കൊന്നും ഒട്ടും വേണ്ട നിന്റെയൊക്കെ മതേതര പട്ടം. വാഴയ്ക്ക അത് എടുത്തുകൊണ്ട് തലേ വെച്ചെന്നാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് തന്തയില്ലായ്മയാവാം. തിരിച്ച് നമ്മളൊന്നും മിണ്ടാൻ പാടില്ല. ഇവന്റെയൊക്കെ ചരിത്രം മിണ്ടാൻ പാടില്ല. ഇവനൊക്കെ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ മിണ്ടാൻ പാടില്ല. അങ്ങനെ മതേതരത്വം ഇങ്ങനെ പുഴുങ്ങി കൊടുക്കുക അവന്മാര്. അത് കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ് പല ആൾക്കാർക്കും. മതേതര പട്ടം നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തങ്ങ് കണ്ടവന്റെ കാലി കിടന്നങ്ങ് നക്കുക. ഇവനെന്ന് അംബേദ്കർ പേടിച്ചിട്ടില്ല, അയ്യങ്കാളി പേടിച്ചിട്ടില്ല, പിന്നെ നമ്മൾ പേടിക്കുന്നത്. അവന്റെയൊക്കെ തനി കോണം പറഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവരൊക്കെ. അപ്പോൾ ഇത്തരം ചരിത്രങ്ങളൊക്കെ നമ്മളെ കുട്ടികൾ പഠിക്കട്ടെ. നിങ്ങളുടെ ചരിത്രങ്ങളൊക്കെ പഠിക്കട്ടെ. കൊള്ളാവുന്നത് ഏതാണെന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ സഹോ. എന്തായാലും PM ശ്രീ നടപ്പിലാക്കട്ടെ. എനിക്ക് കെ സുരേന്ദ്രൻജി പറഞ്ഞ പോലെ ലീഗിന്റെ കൈകൊണ്ട PM ശ്രീ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോ അന്ന് നടപ്പിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചുക്കൂല്ലേ. ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചോളാം. ജയ് ഹിന്ദ്.